മോതിരം വിരലിൽ കുടുങ്ങി ഫയർഫോഴ്സിനെ തേടി എത്തുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടുകയാണ്. ഫാൻസി കടകളിൽ നിന്നും മോതിരം വാങ്ങി അശ്രദ്ധമായി ധരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. കുട്ടികളാണ് ഇതിൽ കൂടുതലായും എത്തുന്നത്. ഇറുകിയ ഫാൻസി മോതിരങ്ങൾ ധരിച്ച് അതൊക്കെ അങ്ങനെ ധരിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ദിവസേന അഴിച്ചുവെക്കാൻ ശ്രദ്ധിക്കണമെന്നുമാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. കുട്ടികൾ ഇങ്ങനെയുള്ള മോതിരങ്ങൾ, സ്റ്റീൽ മോതിരങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ്. അതുപോലെ സ്റ്റീൽ മോതിരങ്ങൾ തന്നെ ശരിക്കും മുറുകുന്ന സമയത്താണെങ്കിൽ അത് വലിച്ച് മാറ്റാതെ പെട്ടെന്ന് തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് വരിക. സ്റ്റേഷനിൽ വന്നാൽ ഞങ്ങൾക്കത് കൃത്യമായ ഉപകരണങ്ങൾ ഉണ്ട്. ഈ സ്റ്റീൽ മോതിരങ്ങൾ തന്നെ 50ഓളം മോതിരങ്ങൾ ഞങ്ങൾ മുറിച്ചു കഴിഞ്ഞു. അതുപോലെ സ്വർണ്ണ മോതിരങ്ങളും ഉണ്ട്. ഫെലിക്സ് പുളിക്കൽ ചേരുന്നുണ്ട് തത്സമയം. ഫെലിക്സ്, ഇതിപ്പോൾ ഈ ഒരു മോതിരപ്രിയമൊക്കെ ഉള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അളവിനൊത്തുള്ള മോതിരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആണെങ്കിലും അത് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതി വാങ്ങി അതങ്ങ് കയ്യിൽ കുത്തി കയറ്റുന്നതാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. പക്ഷെ അത് ഈ രീതിയിൽ പണി കിട്ടും. എന്തായാലും ഫയർഫോഴ്സിനാണല്ലേ വലിയ രീതിയിൽ പണിയായിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? സാധാരണ നിലയിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായി ഫയർഫോഴ്സിനെ വിളിക്കാറ്. ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഫോൺ വിളികൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഫോൺ വിളികൾ വരുന്നത് ഇങ്ങനെ കൈവിരലിൽ മോതിരങ്ങൾ കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടെ ആളുകൾ എത്തും, അങ്ങനെ ഈ പറയുന്ന മോതിരം മുറിച്ചു മാറ്റുകയുമാണ് ചെയ്യാറ്. അപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് ഇത് അടുത്തിടയ്ക്കായി ഇത് വളരെയധികം എണ്ണം കൂടി എന്നതാണ്. കൂടുതൽ ഫോൺ വിളികൾ എത്തുന്നു, കൂടുതൽ പേർ മോതിരം കയ്യിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് വരുന്നു, അത് മുറിച്ചു മാറ്റുന്നു എന്നതാണ്. ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് കുറച്ചുകൂടി ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഫാൻസി ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മോതിരങ്ങളാണ്, അതായത് സിൽവർ മോതിരങ്ങളാണ് കൂടുതലായി മുറിച്ചു മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഈ മോതിരങ്ങൾ കൈവിരലിടുകയും അത് ഒരുപക്ഷെ ചെറുതായിരിക്കാം, അശ്രദ്ധമായിട്ട് ഒരുപക്ഷെ നമ്മൾ ഇടും, പിന്നീട് നമുക്ക് ഊരാൻ കഴിയില്ല. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിക്കും, അവിടെ എത്തി മുറിച്ചു മാറ്റുകയും ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധ വേണം. മോതിരം ഇടുമ്പോൾ അതിൻ്റെ വലിപ്പം നോക്കണം, അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഒപ്പം അത് വലിച്ചൂരാൻ ശ്രമിക്കുമ്പോൾ അവിടെ നീര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഊരി മാറ്റാൻ കഴിയില്ല, പിന്നീട് മുറിച്ചു മാറ്റാനേ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ട് അത് മുറിച്ചു മാറ്റാൻ കഴിയും. ഒപ്പം ഇതെല്ലാ ദിവസവും ഒന്ന് ഊരി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് ഫയർഫോഴ്സ് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ടൈറ്റുള്ള മോതിരമാണെങ്കിൽ കയ്യിൽ തിരികെ കയറ്റാൻ ശ്രമിക്കരുത്. ഇനി ഇട്ടാൽ പോലും അത് അന്നത്തെ ദിവസം അഴിച്ചു വെക്കാൻ പരമാവധി ശ്രമിക്കുക. ഇനിയിപ്പോൾ ടൈറ്റ് ആണെങ്കിൽ വലിച്ചൂരി പണി ഉണ്ടാക്കരുത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്.